അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 98. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യജിദ്ക യതീമൻ ഫആവാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ദുഹായിലെ 6-ാമത്തെ ആയത്താണ് നാം ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. നബിയെ, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ കൈയൊഴിച്ചിട്ടില്ല, അങ്ങയെ വെറുത്തിട്ടുമില്ല. വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ തങ്ങൾക്ക് എത്രയോ ഉത്തമമാണ്. നബിയെ, തങ്ങളുടെ പൂതി തീരുന്നത് വരെ തങ്ങൾക്ക് അള്ളാഹു ബഹുമാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളെ ഒരിക്കലും റബ്ബ് കൈയൊഴിക്കില്ല. അല്ലെങ്കിലും നബിയെ, തങ്ങളെ കൈയൊഴിക്കുകയാണെങ്കിൽ എത്ര മുമ്പ് റബ്ബിന് കൈയൊഴിക്കാമായിരുന്നു. അള്ളാഹുവല്ലേ തങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ഈ നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആരായിരുന്നു നബിയെ തങ്ങൾ? അലം യജിദ്ക യതീമൻ ഫആവാ. റബ്ബ് തങ്ങളെ ഒരു യതീമായ ബാലനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് അഭയം നൽകിയവനല്ലയോ അല്ലാഹു. അലം യജിദ്ക യതീമൻ, റബ്ബ് തങ്ങളെ അനാഥ ബാലനായി കണ്ടില്ലേ? ഫആവാ, അപ്പോൾ അങ്ങേക്ക് അഭയം നൽകി. അനാഥ ബാലനായി കണ്ടപ്പോൾ തങ്ങൾക്ക് അഭയം നൽകിയവനല്ലേ? അങ്ങനെ കൈയൊഴിക്കണമെന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അന്ന് തങ്ങളെ അങ്ങ് കൈയൊഴിക്കുകയാണെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നു. ആരും സംരക്ഷിക്കാനില്ലാത്ത ആ അരക്ഷിതാവസ്ഥയിൽ തങ്ങളുടെ രക്ഷിതാവായി അള്ളാഹു നിന്നുപോന്നെങ്കിൽ എല്ലാമാക്കി വളർത്തിയെടുത്ത് 40 വയസ്സ് തികച്ചു, നബൂവത്ത് നൽകി, ഖുർആൻ ഇറക്കിത്തന്നു. ഇനിയാണോ നബിയെ തങ്ങളെ നാം കൈയൊഴിക്കുന്നത്? ഇതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് റബ്ബ് കൈയൊഴിക്കില്ല. യതീമായി കണ്ടപ്പോൾ അഭയം നൽകി എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നന്നായി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഹബീബ് ഗർഭത്തിലിരിക്കെ തന്നെ അവിടുത്തെ വാപ്പ മരണപ്പെട്ടുപോയി. അബ്ദുള്ള റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുപോയി. പിന്നീട് ബീവി ആമിനുമ്മ റളിയല്ലാഹു അൻഹ 6-ാമത്തെ വയസ്സിൽ ആ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് വളരുന്നത്. അത് 2 കൊല്ലമേ നീണ്ടു നിന്നുള്ളൂ. 8 വയസ്സ് പ്രായമാകുമ്പോൾ അബ്ദുൽ മുത്തലിബും ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ വസിയ്യത്ത് പ്രകാരം അവിടുത്തെ മൂത്താപ്പ അബൂ താലിബാണ് ഹബീബിനെ സംരക്ഷിക്കുന്നത്. വേണ്ടുന്ന സംരക്ഷണങ്ങളെല്ലാം നൽകി ഹബീബിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ ഉപദ്രവത്തെ അബൂ താലിബ് പ്രതിരോധിക്കുകയും ചെയ്തു. 40 വയസ്സായതിന്റെ ശേഷം വല്ലാത്ത പ്രയാസങ്ങൾ നാട്ടുകാരിൽ നിന്ന് നേരിട്ടിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നും ചെയ്യാതിരുന്നത് അബൂ താലിബിന്റെ തണലുണ്ടായിരുന്നത് കൊണ്ടാണ്. അതൊക്കെ അള്ളാഹു ഒരുക്കിയതാണ്. പടച്ച റബ്ബിന്റെ തീരുമാനത്താലായിരുന്നു ഇതൊക്കെ നടന്നിരുന്നത് എന്ന് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, വകുല്ലു ദാലിക ബിഖദരില്ലാഹ് വകുല്ലു ദാലിക ബിഖദരില്ലാഹി വഹുസ്നി തദ്ബീരി. അള്ളാഹുവിന്റെ നിയന്ത്രണവും അള്ളാഹുവിന്റെ കണക്കുമാണ് ഇതിന്റെയൊക്കെ പിറകിലുണ്ടായിരുന്നത്. അങ്ങനെ ഹിജ്റയുടെ തൊട്ടുമുമ്പിൽ അബൂ താലിബ് വഫാത്തായപ്പോൾ ഇവർക്ക് സന്തോഷമായി. ഫഅഖ്ദമ അലൈഹി സുഫഹാഉ ഖുറൈശിൻ വജുഹാലുഹും, വിവരദോഷികളും പോയത്തക്കാരുമായ ഖുറൈശികൾ മുത്തുനബിയെ ശല്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹു ഹിജ്റക്ക് വേദിയൊരുക്കി. അവരിൽ നിന്നും അൻസാറുകളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് പോന്നു. ഔസ് ഖസ്റജ് എന്നീ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. സമ്പൂർണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയം നൽകുകയും ഹബീബിനെ സഹായിക്കുകയും ഹബീബിന് വേണ്ടി പോരാടുകയും ചെയ്തു. വകുല്ലു ഹാദാ മിൻ ഹിഫ്ദില്ലാഹി ലഹു വകലാഅതിഹി വഇനായതിഹി ബിഹി. ഇതൊക്കെ അല്ലാഹു തിരുനബിയെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അലം യജിദ്ക യതീമൻ ഫആവാ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരാശയം
നബിയെ തങ്ങളെ ഒറ്റമുത്തായി, സൃഷ്ടിലോകത്ത് ഒറ്റമുത്തായി റബ്ബ് കണ്ടു. യതീം എന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ദുർറത്തുൻ യതീമ, ഒറ്റമുത്ത്. എപ്പോഴാണ് അങ്ങനെ പറയാ? അവൻ യതീമാണെന്നൊരു പ്രയോഗം ഇദാലം യകുൻ ലഹാ മിസ്ലുൻ, തത്തുല്യനായി വേറെ ഒരാളുമില്ലെങ്കിൽ, ആള് അനുപമ വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ, ഉപമകളില്ലാത്ത തുല്യതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ ആളെപ്പറ്റി യതീം എന്ന് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആയത്തിന്റെ അർത്ഥം എന്താണ്? അലം യജിദ്ക യതീമൻ ഫആവ എന്ന് പറയുമ്പോൾ അലം യജിദ്ക വാഹിദൻ ഫീ ശറഫിക ലാ നളീറ ലക്, നബിയെ തുല്യനില്ലാത്ത നിസ്തുലനായ മഹത്വത്തിന്റെ ഉടമയായി ഒരേ ഒരു പടപ്പിനെ അള്ളാഹു കണ്ടപ്പോൾ അള്ളാഹു തങ്ങൾക്ക് അഭയം നൽകി. ബി അസ്ഹാബി യഹ്ഫദൂനക വയഹൂതൂനക, തങ്ങളെ സംരക്ഷിക്കാനും തങ്ങളെ വലയം ചെയ്തു നിൽക്കാനും ഒരുപാട് കൂട്ടുകാരെ നബിയെ തങ്ങൾക്ക് അള്ളാഹു നൽകി സഹായിക്കുകയായിരുന്നു. ഇതാണ് അലം യജിദ്ക യതീമൻ ഫആവ. ഇവിടെ ശരിക്ക് അലം യജിദ്ക യതീമൻ ഫആവാക എന്നാണ് ശരിക്ക് പറയേണ്ടത്. നബിയെ തങ്ങളെ യതീമായി കണ്ട റബ്ബ് ഫആവാക, തങ്ങൾക്ക് അഭയം നൽകി. എന്തുകൊണ്ട് ഫആവാക് എന്ന് പറഞ്ഞില്ല? അത് വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങനെയാണ് രണ്ട് വഖഫുകളും നടന്നത്. അതിന്റെ മുമ്പുള്ളതൊക്കെ അങ്ങനെയാണ്, 2, 3, 4 ഒക്കെ വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ ഒക്കെ അലിഫിലാണ് അവസാനിച്ചത് എന്നതുകൊണ്ട് അതേ അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടാണ് അലം യജിദ്ക യതീമൻ ഫആവ, അല്ലെങ്കിൽ വഖഫ് വരിക അലം യജിദ്ക യതീമൻ ഫആവാക് എന്നാണ്. അപ്പൊ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി അതുമല്ല, റൂഹുൽ മആനിയിൽ കൊടുക്കുന്ന ഒരു അർത്ഥം കാണാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടെ വിശാലമാക്കുകയാണ്. ആവാക്, തങ്ങൾക്ക് അഭയം നൽകി എന്ന് പറയുകയാണെങ്കിൽ തങ്ങൾക്ക് അഭയം നൽകി എന്നേ പറയാൻ പറ്റൂ. ആവ, യതീമായി കണ്ടപ്പോൾ ഫആവ, അവൻ അഭയം നൽകി. അവിടെ ആവാഖ എന്ന് സങ്കല്പിക്കണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം. ആ സാർവത്രികത ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആവാ ലഖ സങ്കല്പിക്കണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം, ആവാ ബിക്ക സങ്കല്പിക്കണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം. അപ്പോൾ എന്തായ അർത്ഥം? ആവാക്കവ ആവാലക്കവ ആവാബിക് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അഭയം നൽകി, തങ്ങൾക്ക് വേണ്ടി പലർക്കും അഭയം നൽകി, തങ്ങളെ കൊണ്ട് പലർക്കും അഭയം നൽകി. എത്ര പൂർണ്ണമാണ് അർത്ഥം. വഹദാ എന്നിടത്ത് വഹദാക്ക വഹദാലക്ക വഹദാബിക് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അള്ളാഹു വഴി കാണിച്ചു, തങ്ങൾക്ക് വേണ്ടി മറ്റു പലർക്കും കാണിച്ചു, തങ്ങളെ കൊണ്ട് പലർക്കും കാണിച്ചു. വാഗ്നാക്ക വാഗ്നാലക്ക വാഗ്നാബിക്, നബിയെ തങ്ങളെ സമൃദ്ധനാക്കി അള്ളാഹു, തങ്ങൾക്ക് വേണ്ടി മറ്റു പലരെയും സമൃദ്ധരാക്കി, തങ്ങളെ കൊണ്ട് മറ്റു പലരെയും സമൃദ്ധരാക്കി. എത്ര സുന്ദരം! അള്ളാഹുവേ, വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്തുകൊണ്ട് ഈ ഖുർആനിന് ഇറക്കിക്കൊടുത്ത ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പൂമുത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഹാജത്തുകൾ നീ വീട്ടണേ അല്ലാ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് 2 ലോകത്തും നീ വിജയം നൽകണേ അല്ലാ, ആ മുത്തിനെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.